So yeah, hello everyone. Welcome to Rahil's Academy. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്തിനാണെന്ന് ഞാൻ ആദ്യം എൻ്റെ വീടിന്റെ അജണ്ട ഞാൻ പറയാം. അതായത് ഇപ്പം എക്സാം ഒക്കെ അടുത്തായല്ലേ, കേരള സെറ്റ് എക്സാം ഒക്കെ വളരെ അടുത്താണ്. അതുപോലെ പ്രിപ്പറേഷൻസ് ഒക്കെ ഒരുപാട് പല പല കാരണങ്ങളുണ്ട്. നിങ്ങളുടെ ഓൺ മോട്ടിവേഷൻ ഇല്ലായ്മ കാരണമല്ല, തിരക്ക് കാരണമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആസ്പെക്ട്സ് കാരണമൊക്കെ ഈ നമ്മുടെ എക്സാമിന്റെ സിലബസ് കവർ ചെയ്യാനും വേണ്ടിയിട്ട് ഒരുപാട് പേര് മിസ് ഔട്ട് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതലും എൻ്റെ ക്ലാസ്സുകൾ പ്രയോജനമാകുക. ബിക്കോസ് ഞാൻ ഒരു വിഷയത്തെ എന്താ പറയാ, അതിന്റെ തിയറട്ടിക്കൽ ആസ്പെക്ടിന്റെ വിഷയങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ബിക്കോസ് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് മാത്രം നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്നാൽ മതിയാകും. ഓക്കെ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ സെറ്റ് എക്സാമിന്റെ ജനറൽ പേപ്പറിൽ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസും ആ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു 500 MCQ ഒരു ബഞ്ച് ഓഫ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. വെറും ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ മാത്രമല്ല നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഏത് ടോപ്പിക്കിൽ നിന്ന് വരുന്നു അത് പറയും. ആ ടോപ്പിക്കിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അനലൈസ് ചെയ്യും. അതാണ് എൻ്റെ ടീച്ചിങ്. എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടീച്ചിങ് പാറ്റേൺ അതാണ്. അതായത് ഒന്നും കൂടി പറയാം, ഒരു ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അത് ഏത് ടോപ്പിക്കിൽ നിന്നാണ് വരുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ആ ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു എക്സാമിനേഷൻ പോയിന്റിൽ, അതായത് ആ ടോപ്പിക്കുമായിട്ട് ഇനി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ. ഓക്കെ, അതായിരിക്കും എൻ്റെ ഒരു ടീച്ചിങ് പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ സീരീസ് 1 ആണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൗ എവർ നിങ്ങൾ എങ്ങനെയാണോ എൻ്റെ വീഡിയോ അക്സെപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഞാൻ എന്ത് ചെയ്യും, ഇത് എത്ര വേണമെന്ന് നിങ്ങളുടെ കമന്റ് ബോക്സിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ നീഡിനനുസരിച്ച് ഞാൻ എൻ്റെ ക്ലാസ്സുകൾ ഓരോ ടോപ്പിക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. ദാറ്റ്സ് അപ് ടു യു, ദ പീപ്പിൾ ഹു ആർ വാച്ചിങ് മൈ വീഡിയോസ്. യു ക്യാൻ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഞാൻ ഇതിനെ മാറ്റണം, ഇനി ഏത് ടോപ്പിക്സ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് തന്നെ പറയാം. ഓക്കെ, നോട്ട് വേസ്റ്റിംഗ് യുവർ ടൈം. ഇതാണ് എൻ്റെ ടീച്ചിങ് പാറ്റേൺ, ഞാൻ തന്നെ പറയാം. അതുപോലെ ഒരു കാര്യം കൂടി പറയാം, ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇപ്പം ജസ്റ്റ് PYQs മാത്രം കാണാൻ വേണ്ടി ക്ലാസ്സിൽ വരുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ, അവർക്ക് എന്ത് ചെയ്യുക, 2x വീഡിയോ ഇടുക. ഓക്കെ, അതാണ് അതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് ഞാൻ ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാക്കൽറ്റി സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താ അറിയോ, നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ആളുകൾ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ടാവും. അതായത് ബേസിക് ആയിട്ട് ഇതിലേക്ക് വരുന്ന ആളുകൾ മുതൽ ഇതിനെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളുണ്ടാവും. അപ്പം എല്ലാവരും കൺസിഡർ ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഇതിനെപ്പറ്റി പഠിച്ച ആളുകൾ എന്ത് ചെയ്യുക, 2x ക്ലാസ് കേൾക്കുക. അല്ലാത്തവർ നോർമൽ സ്പീഡ് എന്താ മതി, ക്ലാസ് കേട്ടാൽ മതിയാകും. ഓക്കെ, സോ അതാണ് എൻ്റെ ക്ലാസ്സിന്റെ ഒരു ബേസിക് അജണ്ട, ഞാൻ തന്നെ പറയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ബേസിക് തിങ്സ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്. പിന്നെന്താണ്, ഇനി നമുക്ക് എന്ത് ഇതിന്റെ ടോപ്പിക്കിലേക്ക് പോകാം. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഞാൻ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് 5ന്റെ PYQs പ്ലസ് MCQs കേട്ടോ. PYQs എന്ന് പറയുമ്പോൾ നമ്മുടെ വെബ്സൈറ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് നമുക്ക് ഒഫീഷ്യലായിട്ട് ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യും. അതിൽ നമ്മൾ എന്ത് ചെയ്യും, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വേറെ സെറ്റ് ആക്കും, ടീച്ചിങ് മെത്തേഡിന്റെ വേറെ സെറ്റ്, ലേണിംഗിന്റെ വേറെ സെറ്റ്, ഇവാലുവേഷന്റെ വേറെ സെറ്റ്. അപ്പൊ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ സെറ്റ് മുതലാണ്. അപ്പൊ ആ സെറ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാണ്, AI ഇന്റഗ്രേറ്റഡ് ടൂള് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു പാറ്റേൺ നമ്മൾ പിന്നെയും ഒരു എക്സ്ട്രാ ഒരു 100 and 120 ക്വസ്റ്റ്യൻസ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ 500 ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. അതിന് മുന്നേ നമുക്ക് ടോട്ടൽ എത്ര യൂണിറ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ ടീച്ചിങ് മെത്തേഡ് ഉണ്ട്, അതുപോലെ ലേണിംഗ് ഉണ്ട്, അതുപോലെ ഇവാലുവേഷൻ ഉണ്ട്. ഇത് 4 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടീച്ചിങ് ലേണിംഗ് ആൻഡ് ഇവാലുവേഷൻ എന്ന ഭാഗത്തുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ യു വൺ തിങ്. വളരെ ഈസിയാണ്. ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എന്താണ് നിങ്ങൾ പഠിക്കുന്നത് ഞാൻ എന്ത് ചെയ്യും, ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റ് ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു രീതിയിൽ നിങ്ങൾക്ക് യാതൊരുവിധ കൺഫ്യൂഷനോ ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ഞാൻ വളരെ ഇൻഡെപ്ത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ കോൺസെപ്റ്റുകൾ പറഞ്ഞു തരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അനലൈസ് സ്ഥിതിക്ക് ഞാൻ അതിന്റെ ഒരു പാറ്റേൺ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഒരു ഭാഗം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ ഒന്നെന്താ അറിയോ, ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആട്ടോ. ടീച്ചറുടെ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് കേട്ടോ. ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ PYQs ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്താണ് കൂടുതൽ വന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡെപ്ത് പഠിക്കേണ്ടവരെന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ബുക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യമായിട്ട് നോക്കണം കേട്ടോ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ അക്കൗണ്ടബിലിറ്റി ആട്ടോ. ടീച്ചർ അക്കൗണ്ടബിലിറ്റി എന്നും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്.
ഓക്കെ. പിന്നെ ഉള്ള ടോപ്പിക് ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ റിഫ്ലക്റ്റീവ് ടീച്ചിങ് എന്ന് പറഞ്ഞൊരു ഭാഗം ഉണ്ടല്ലോ, അതും ഒരു ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് അങ്ങനെയും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്. ഓക്കെ, ഇന്നോവേറ്റീവ് ടീച്ചിങ് മെത്തേഡ്. ഓക്കെ, ഈ 4 ഭാഗങ്ങളാണ് ഞാൻ എൻ്റെ ക്വസ്റ്റ്യന്റെ അടിസ്ഥാനത്തിലാട്ടോ പറയുന്നത്. ചിലപ്പോൾ ഇനി നെക്സ്റ്റ് എക്സാമിലേക്ക് മാറാതിരിക്കാം. പക്ഷെ ഒരു ബേസിക് പ്രിപ്പറേഷൻ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു പാറ്റേണിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യമായിട്ട് തന്നെ ശ്രദ്ധിക്കുക. ഫൈൻ. ഇതാണ് പ്രധാനപ്പെട്ടിട്ടുള്ള 4 ടോപ്പിക്സുകൾ. അപ്പൊ നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് വഴിയാണ്. സോ എനിവേ ഞാൻ സമയം കളയുന്നില്ല, ഞാൻ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഗിവ് മി 1 സെക്കൻഡ്. യാ, ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, PYQs എക്സ്ട്രാക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അനലൈസ് ചെയ്യാം കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ പറയുന്നത്? Which among the following key components represent differentiated instruction for gifted learners? ഓക്കെ, അത് നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് ഈ ഗിഫ്റ്റഡ് ലേണേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് എന്തുണ്ടാവും, പല രീതിയിലുള്ള കുട്ടികൾ ഉണ്ടാവില്ലേ. വളരെ ബേസിക് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അതായത് വലിയ വിഷയങ്ങളെ പറ്റി അത്ര വലിയ ധാരണയില്ലാത്ത, അല്ലെങ്കിൽ പഠിക്കാൻ കുറച്ചും കൂടി പഠിക്കാൻ എന്നല്ല, പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം എടുക്കുന്ന വിദ്യാർത്ഥികൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ കുറച്ചും കൂടി ഹൈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ലേണേഴ്സും എന്ത് ഉണ്ടാവും, ആ ക്ലാസ്സിലുണ്ടാവും. അതായത് അവരുടെ പ്രായത്തേക്കാൾ കൂടുതൽ ബുദ്ധി, അല്ലെങ്കിൽ അവരുടെ മെമ്മറി ലെവൽ കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ നോളജ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും. ഓക്കെ, അവരെ നമ്മൾ ഗിഫ്റ്റഡ് ലേണേഴ്സ് എന്ന് പറയാം. എന്താ പറയുന്നത്, വിച്ച് എമംഗ് ദി ഫോളോയിങ് കീ കമ്പോണൻസ് റെപ്രസെന്റ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, നമ്മളെ ഈ ഗിഫ്റ്റഡ് ലേണേഴ്സ് ഉള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് അതിന്റെ ഓപ്ഷൻസ് നോക്കാം. അസൈൻ ദ സെയിം ടാസ്ക് ടു ഓൾ സ്റ്റുഡന്റ് ടു എൻഷുർ ഇക്വിറ്റി, providing challenging task demanding high order thinking, moderate pace of instruction to ensure democratic environment, regulated extracurricular activities to reduce stress. അല്ലെ, അതായത് ഒരു ക്ലാസ്സിൽ ഒരു ഗിഫ്റ്റഡ് ലേൺ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ കൊടുക്കണം എന്നാ പറയുന്നത്. അതായത് അസൈനിങ് ദ സെയിം ടാസ്ക് ടു ഓൾ സ്റ്റുഡൻസ് ടു എൻഷുർ ഇക്വിറ്റി. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും എന്താണ് അത്. ഒരു എന്താണ്, ഒരു കൈൻഡ് ഓഫ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണല്ലേ. അതായത് ഒരു ക്ലാസ്സിൽ തന്നെ പല തരത്തിലുള്ള കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എല്ലാവർക്കും സെയിം ടാസ്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, അവിടെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഓക്കെ, ഒരു കുട്ടിക്ക് ചിലപ്പം നമ്മളെ ഒരു രീതിയിലുള്ള മെത്തേഡ് കൊടുക്കേണ്ടി വരും. അത് ആ കുട്ടിയുടെ ബേസിക്സ് ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ ഒരുപാട് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷേ അത്യാവശ്യം കാര്യങ്ങളെ പറ്റി അറിയുന്ന കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കുറച്ചും കൂടി ഇൻഡെപ്ത് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഓപ്ഷൻ എന്തല്ല, ശരിയല്ല. ഓക്കെ, അപ്പൊ ഈ ഗിഫ്റ്റഡ് ലേണേഴ്സ് എന്നുള്ള ആ ഒരു വേർഡിന്റെ ആൻസർ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷനിൽ തെറ്റ് ഏതാന്ന് മനസ്സിലാവും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ട്രിക്ക് കേട്ടോ. അതായത് നിങ്ങൾ ഏതൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ ആൻസറിൽ ഒരിക്കലും കണക്ട് ആവാത്ത ഏതൊക്കെയാണ്. അപ്പൊ അങ്ങനെ കട്ട് ചെയ്താൽ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്, പ്രൊവൈഡിങ് ചാലഞ്ചിങ് ടാസ്ക് ഡിമാൻഡിങ് ഹൈ ഓർഡർ തിങ്കിങ്. അല്ലെ, അത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഇങ്ങനെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ലേണേഴ്സ് ക്ലാസ്സിലുള്ള അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക് കൊടുത്തിട്ട് ഹയർ ഓർഡർ തിങ്കിങ് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് കൊടുക്കണം എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ തീരുമാനിക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്വസ്റ്റിനോട് റൗണ്ട് ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഓപ്ഷൻസും കൂടി ഉണ്ടല്ലോ, അതും കൂടി വായിച്ച് കൺഫേം ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെന്താണ്, മോഡറേറ്റ് പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ ടു എൻഷുർ ഡെമോക്രാറ്റിക് എൻവിറോൺമെന്റ്. ഓക്കെ, അതായത് നമ്മളൊരു മോഡറേറ്റ് പേസ് ഓഫ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അതായത് അധികം ഹൈ അല്ല, അധികം ലോ അല്ല, അതിന്റെ മീഡിയം ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ക്ലാസ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ഡെമോക്രാറ്റിക് സ്പേസ് ബിൽഡ് ചെയ്യുകയാണെന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, ഇതിന്റെ ഒരു നമുക്ക് ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഈ പറയുന്ന ഓപ്ഷൻ നമുക്കൊരു 70% ആണെന്നുണ്ടെങ്കിൽ ഇതൊരു 50% നമുക്ക് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ഓപ്ഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാം, അത് ഫൈനലൈസ് ചെയ്യാം കേട്ടോ. പിന്നെന്താണ്, റെഗുലേറ്റഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ടു റെഡ്യൂസ് സ്ട്രെസ്. ഇതുമായിട്ട് ഒരു ബന്ധമില്ല, അപ്പൊ നമുക്ക് അത് തന്നെ കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ്, രണ്ട് ഓപ്ഷൻസ് നമുക്കുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഭാഗത്തെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം കേട്ടോ. എന്താണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ? അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷൻ ഏതാണെന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതൊരു ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡ് ആണ് അല്ലെ. ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡ് ആണ്, വേർ ഇൻസ്ട്രക്ഷൻ, കണ്ടന്റ് ആൻഡ് ലേണിംഗ്
ആക്ടിവിറ്റീസ് ആർ അഡാപ്റ്റഡ് ടു മീറ്റ് ദ നീഡ്സ് ഓഫ് ദി ലേണേഴ്സ്. അതായത് എന്തൊക്കെയാണ് അവിടെ ഇൻസ്ട്രക്ഷനും അതുപോലെ കണ്ടന്റും അതുപോലെ ലേണിംഗ് ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യാണ് അഡാപ്റ്റ് ചെയ്യുന്നത് എങ്ങനെ, ഏത് രീതിയിലാണ്? അക്കോർഡിംഗ് ടു ദി ലേണേഴ്സ്. അക്കോർഡിംഗ് ടു ദി ലേണേഴ്സ്. മനസ്സിലായില്ല കോൺസെപ്റ്റ്? അതായത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതൊരു ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡാണ്. എങ്ങനെ ടൈപ്പ് ഓഫ് ടീച്ചിങ് മെത്തേഡാണ്? അവിടെ ഇൻസ്ട്രക്ഷനും അതുപോലെ കണ്ടന്റും അതുപോലെ ലേണിംഗ് ആക്ടിവിറ്റീസും നമ്മൾ എന്ത് ചെയ്യാണ് ലേണേഴ്സിന്റെ അടിസ്ഥാനത്തിൽ പ്രിപ്പയർ ചെയ്യാണ്. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ടോ ദാറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങളുടെ കുട്ടികളുടെ ലേണിംഗ് ക്യാരക്ടറിസ്റ്റിക്സിന് അല്ലെങ്കിൽ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസും കണ്ടന്റും ലേണിംഗ് ആക്ടിവിറ്റിയും പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡിനെ നമ്മൾ എന്താ പറയാ ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം എഴുതി വെക്കണേ. അപ്പൊ അതിൽ വരുന്ന കാര്യങ്ങൾ ഇൻസ്ട്രക്ഷന്, കണ്ടന്റ്, ലേണിംഗ് ആക്ടിവിറ്റി, ഇതൊക്കെ എന്താണ് നമ്മൾ ലേണേഴ്സിനനുസരിച്ച് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ എഴുതിയെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു MCക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് എഴുതുക കേട്ടോ. ഫൈൻ. ഐ ഹോപ്പ് യു ഓൾറെഡി റിട്ടേൺ ദി ഓപ്ഷൻസ് ദിസ് പോയിന്റ്സ്. ഓക്കെ, ഞാനത് ഒന്ന് മായ്ക്കാം കേട്ടോ. നെക്സ്റ്റ് നമുക്ക് അതിന്റെ കുറച്ച് കമ്പോണൻസും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. യാ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കമ്പോണൻസ് ഉണ്ട്, അതിന്റെ പോയിന്റ്സ് ആണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ഡൗൺ ചെയ്യണേ. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഗ്രീഡിയൻസ്, ഓക്കെ, ഈ ഡിഫറൻഷിയേറ്റഡ് ലേണിംഗിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? കണ്ടന്റ് ഡിഫറൻഷിയേഷൻ. കണ്ടന്റ് ഡിഫറൻഷിയേഷൻ. ഓക്കെ, കണ്ടന്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സ്റ്റുഡൻസിന് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഈ അഡ്വാൻസ്ഡ് നമ്മൾ ഗിഫ്റ്റഡ് ലേണേഴ്സ് ഒക്കെ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞു അവർക്ക് എന്ത് ചെയ്യണം, ആ രീതിയിലുള്ള ക്ലാസ്സുകൾ കൊടുക്കേണ്ടി വരും. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് കൊടുത്തിട്ട് ഗിഫ്റ്റഡ് ലേണേഴ്സിന് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം അവരുടെ തിങ്കിങ് ഇനിയും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അതേ സമയത്ത് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യുക, ബേസിക്സ് മാത്രം പറഞ്ഞു കൊടുക്കുക. അവരെ ബേസിക്സ് സെറ്റ് ആവട്ടെ, അവരെന്ത് ചെയ്യും, ഗിഫ്റ്റ് ലേണേഴ്സിലേക്ക് മാറും ഒരു പോയിന്റ് ആകുമ്പോൾ അല്ലേ. അപ്പൊ ഈ രീതിയിൽ, അതായത് കണ്ടന്റ് ഡിഫറൻഷിയേറ്റ് ആയിരിക്കണം. വിവിധ വിദ്യാർത്ഥികളുടെ ലേണിംഗ് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമ്മുടെ കണ്ടന്റ് ചേഞ്ച് ആവണമെന്നാണ് ഈ ഒരു ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് നമുക്ക് നോക്കാം. പ്രോസസ് ഡിഫറൻഷിയേഷൻ. പ്രോസസ് ഡിഫറൻഷിയേഷൻ. ഓക്കെ, പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചിങ് ഒരു പ്രോസസ്സ് ഉണ്ടാവും അല്ലെ. അതായത് പ്രൊജക്റ്റുകൾ ഉണ്ടാവും, പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്. അതെന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യണം. ഓക്കെ, ബേസിക്സ് ആയ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക, ഹോംവർക്ക് പോലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് അവരെ മാക്സിമം എന്ത് ചെയ്യുക, ബിൽഡപ്പ് ചെയ്യുന്ന സമയത്ത് ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുട്ടിക്ക് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, സപ്പോസ് ഫോർ എക്സാമ്പിൾ ഡിസ്കഷൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പിന്നെ കേസ് സ്റ്റഡി രൂപത്തിൽ അവർക്ക് എന്ത് ചെയ്യുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇന്ന് അതായത് ഇപ്പൊ ഇന്ത്യയുടെ മിഡിൽ ക്ലാസിന്റെ പിന്നെ മിഡിൽ ക്ലാസിന്റെ കടം കൂടി വരികയാണ്. അപ്പൊ അത് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? അപ്പൊ കുട്ടികൾ എന്ത് ചെയ്യും, അവരുടെ തിങ്കിങ് അനുസരിച്ച് അവർ അതിൽ ഒരുപാട് റിസർച്ച് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യും, ഒരുപാട് പോയിന്റ്സുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രോസസ്സ് എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. അതാണ് ഈ പറയുന്ന സെക്കൻഡ് പോയിന്റിൽ വരുന്നത്. ഇനി നമുക്ക് തേർഡ് പോയിന്റ് എഴുതാം. ഐ ഹോപ്പ് യു ആർ റൈറ്റിംഗ്. എന്റെ കൂടെ തന്നെ എഴുതണേ. ഫൈൻ. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ പിന്നെ ഒരുപാട് പിന്നെ ഡീറ്റെയിൽ ആയിട്ടെന്നല്ല, അങ്ങനെ സമയം ഞാൻ എല്ലാം സ്പീഡായിട്ട്, ബിക്കോസ് നിങ്ങൾക്ക് സമയം നിങ്ങൾക്ക് തീരെയില്ല. ടു ബി വെരി ഹോണസ്റ്റ്, എനിക്ക് സമയം വളരെ കുറവാണ്. പക്ഷെ നമുക്ക് ഉള്ള സമയത്തിൽ മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള സമയം ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ് കേട്ടോ. തേർഡ് പോയിന്റ് എന്താണെന്ന് അറിയോ? പിന്നെ എന്താണ് പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നമ്മുടെ ഈ പറയുന്ന പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ, ഈ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റുഡൻസിന് അവരുടെ ലേണിംഗ് എന്താ പറയാ, പിന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾ പൊതുവെ ക്ലാസ്സുകൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് എന്ത്, ഈ പറയുന്ന ഈ പേപ്പർ പ്രസന്റേഷൻ നടത്തുക അല്ലെ. അപ്പോൾ
ഈ ചില കുട്ടികൾക്ക് പ്രസന്റേഷൻ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യണമെന്നില്ല, ബേസിക്സ് ആയിട്ടുള്ള ഐഡിയ പോലും ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചില ഗിഫ്റ്റഡ് ലേണേഴ്സിന് എന്തുണ്ടാവും, ഒരുപാട് അതിനെപ്പറ്റി ക്ലാരിഫിക്കേഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കുട്ടികളും അവരുടെ ഇൻഫോർമേഷൻസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം, ഭയങ്കര ഡിഫറൻഷിയേറ്റ് കീപ്പ് ചെയ്യണം. ബേസിക്സ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ ഇൻഡെപ്ത് ആയിട്ടുള്ള ടോപ്പിക് എക്സ്പ്ലനേഷൻ, അതായത് ടോപ്പിക്കിനെ കൃത്യമായിട്ട് പഠിക്കാനും മറ്റുള്ള ഒരു ടാസ്ക് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അവരെ സെമിനാറോ പ്രസന്റേഷനോ പോലുള്ള കാര്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരിക. അതേ സമയത്ത് അഡ്വാൻസ്ഡ് ഗിഫ്റ്റഡ് ആയിട്ടുള്ള ലേണേഴ്സിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഗിഫ്റ്റഡ് ആയിട്ടുള്ള ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് അവർക്ക് പിന്നെ കുറച്ചും കൂടി ഒരു അക്കാഡമിക് കോൺഫറൻസ് പോലുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോയി ആ ഒരു ടോപ്പിക്കിൽ കൂടുതൽ ഇൻഫോർമേഷൻസ് ബിൽഡ് ചെയ്യാനും വേണ്ടിയിട്ട് അവരെ പ്രാപ്തരാക്കാവുന്നതാണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെന്താണ് ലേണിംഗ് എൻവിറോൺമെന്റ്. ഓക്കെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലേണിംഗ്, ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കമ്പോണൻസ് വരുന്നത്. അപ്പൊ നമുക്ക് വളരെ ഉറപ്പിച്ച് പറയാൻ പറ്റും, പ്രൊവൈഡിങ് ചാലഞ്ച് ടാസ്ക് ഡിമാൻഡിങ് ഹയർ ഓർഡർ തിങ്കിങ്. ബി ആണ് ഇതിന്റെ കറക്റ്റ് ഓപ്ഷൻ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലല്ലോ ഞാൻ എങ്ങനെ എന്റെ ക്ലാസ് എന്നുള്ളത് ഇതേ രൂപത്തിലായിരിക്കും ഈ 500 MCQs ഉണ്ടാകുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, അതായത് ഒരു ക്വസ്റ്റ്യൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പം 2 3 വേറെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള പോയിന്റ്സ് നിങ്ങൾക്ക് തരും. എന്നാൽ അത് ഇൻഡെപ്ത് ക്ലാസ്സും അല്ല. അണ്ടർസ്റ്റുഡ്? വളരെ ക്രിസ്പ് ആയിട്ടുള്ള അതിന് ആ ഒരു അടിസ്ഥാനത്തിൽ, കാരണം ഈ PYQs ഒക്കെ നമുക്ക് എന്തിനാണ് അനലൈസ് ചെയ്യുന്നത്, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ടോപ്പിക്സ് എവിടെയാണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ഭാഗത്തുള്ള വേറെയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് കാരണം നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, സോറി. അപ്പം ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ഫൈൻ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, എന്താ ഇവിടെ പറയുന്നത്, ഇഫ് എ സ്റ്റുഡന്റ് ഫ്രീക്വന്റ്ലി ആസ്ക് ടു മെനി ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഒരു കുട്ടി എന്താണ് ക്ലാസ്സിൽ പിന്നെ ഫ്രീക്വന്റ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണ്, while you are teaching, then you will encourage the student for divergent thinking, overlook to save time, clarify the doubts of the student, illustrate the concept if needed. ഈ 4 ഓപ്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഗിവ് മി എ സെക്കൻഡ്. ഓക്കെ, സോ ഇവിടെ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാവും അല്ലെ, ഇഫ് എ സ്റ്റുഡന്റ് ഫ്രീക്വന്റ്ലി ആസ്ക് ടു മെനി ക്വസ്റ്റ്യൻസ് വൈൽ യു ആർ ടീച്ചിങ് ദെൻ യു വിൽ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്ന ടോപ്പിക് ഏതാണ്, ടീച്ചിങ്, ഈ പറയുന്ന ടീച്ചിങ് ക്യാരക്ടറിസ്റ്റിക്സിലുള്ള, അല്ലെങ്കിൽ നമുക്ക് പറയാം ഈ ടീച്ചർ കോമ്പിറ്റൻസിയിൽ വരുന്ന, അല്ലെങ്കിൽ ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ക്ലാസ് റൂം ഇന്ററാക്ഷൻ അല്ലെ. ക്ലാസ് റൂം ഇന്ററാക്ഷൻ, അതിലുള്ളൊരു ഭാഗമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് കേട്ടോ. ക്ലാസ് റൂം ഇന്ററാക്ഷൻ, അതിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന PYQ വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം, എന്താണ് ഒരു സ്റ്റുഡന്റ് എന്താണ് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. എനിക്കും അങ്ങനെ ഒരുപാട് കുട്ടികൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ പിന്നെ ഫാക്കൽറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചില കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലെ, എന്തുകൊണ്ടിങ്ങനെ. യഥാർത്ഥത്തില് അങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളുടെ ക്ലാസ്സിൽ ഇരിക്കുക എന്ന് പറയുന്നത്, ഇപ്പൊ ഫാക്കൽറ്റീസ് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ അനുഗ്രഹമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ ഈ നമ്മുടെ അക്കാഡമിക് സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻസ്, റൈറ്റ്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അതിന്റെ അർത്ഥം എന്താണ്, അതിന്റെ അർത്ഥം നമ്മൾ ടീച്ചിങ് അടിപൊളിയാണെന്നതാണ്. നമ്മളൊരു വിഷയത്തെ കുട്ടികൾക്ക് പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടീസ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ ജെൻസീസ് ഒക്കെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവർ നമ്മുടെ നല്ല കംഫർട്ടാണ്. കാരണം ഞാൻ കുട്ടികളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജെൻസി എന്ന് പറഞ്ഞ കുട്ടികൾ ഫസ്റ്റ് ഒരു ഫാക്കൽറ്റിയുമായിട്ട് ഒരു ക്ലാസ് അക്കാഡമിക് സ്പേസ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താ അറിയോ, കണക്ഷനാണ്. അവർ കണക്ഷനില്ലെങ്കിൽ അവർ വേറെ ഒന്നും ചെയ്യില്ല, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല, ക്ലാസ്സിൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ അവർ കണക്ഷൻ ബിൽഡ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യും, അവർ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അവർക്ക് വേണ്ടുന്ന ഗ്രോത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ നിന്ന് ഒരു ഗൈഡൻഷിപ്പ് അവർ സീക്ക് ചെയ്യും. മൈ എക്സ്പീരിയൻസ് ആട്ടോ, ഞാൻ ഒരു തിയറട്ടിക്കൽ എന്താ പറയാ ആ ഒരു ആസ്പെക്റ്റിൽ പറയല്ല. ഫൈൻ. അപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്, അതായത് എൻകറേജ് ദ സ്റ്റുഡൻസ് ഫോർ ഡൈവേർജൻ തിങ്കിങ്, ഓവർലുക്ക് ടു സേവ് ടൈം, ക്ലാരിഫൈ ദ ഡൗട്ട് ഓഫ് ദി സ്റ്റുഡൻസ്, ഇല്ലുസ്ട്രേറ്റ് ദ കോൺസെപ്റ്റ് ഇഫ് നീഡഡ്. ഓക്കെ, ഇതിൽ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഇതിൽ ഏത് ഓപ്ഷൻ ആണ് വരിക നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എന്താണ് നമുക്ക് വളരെ ഓപ്പൺ ആയിട്ട്, ഇത് അങ്ങനെ വലിയൊരു ഡൗട്ട് ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. എന്തൊക്കെയാണ് വരിക, എൻകറേജ് സ്റ്റുഡൻസ് ഫോർ ഡൈവേർജൻ തിങ്കിങ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ.
ഫസ്റ്റ് വണ് വരും. പിന്നെന്താണ് ഓവർലുക്ക് ടു സേവ് ടൈം ഉണ്ടോ, നമ്മളത് നമ്മുടെ സമയം ഇതാക്കാനും വേണ്ടി നമ്മൾ അങ്ങനെ പറയാതെ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരിക്കലും ഒരു ഫാക്കൽറ്റിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ ഒരു രീതിയല്ല. ഓക്കെ, പിന്നെ എന്താണ് ക്ലാരിഫൈ ദ ഡൗട്ട് ഓഫ് ദി സ്റ്റുഡന്റ്, ഇല്ലുസ്ട്രേറ്റ് ദ കോൺസെപ്റ്റ് ഇഫ് നീഡഡ്. ഓക്കെ, അപ്പൊ 1, 3 and 4 ആണ്. ഓക്കെ, 1, 3 and 4 ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ആൻസർ. ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ കേട്ടോ, നമുക്ക് കോൺസെപ്റ്റ് ഇത് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ഇതിന്റെ ഒരു കുറച്ച് പോയിന്റ് ലെവൽ നമുക്കൊരു എക്സ്പ്ലനേഷൻ നമുക്ക് എഴുതാം. നോട്ട്ബുക്കിൽ ഒരു പോയിന്റ് നമുക്ക് എഴുതാം. ഇപ്പൊ ഇവിടെ എന്താണ് സെക്കൻഡ് യാ സോ ഇവിടെ എന്താണ് നമ്മുടെ ക്ലാസ് റൂം ഇന്ററാക്ഷൻ ഒരു ഭാഗം കേട്ടോ. ക്ലാസ് റൂം ഇന്ററാക്ഷൻ ഇവിടെ പ്രധാനമായിട്ട് വരുന്ന എന്താണ്, ഒന്ന് എൻകറേജിങ് ഡൈവേർജന്റ് തിങ്കിങ് അല്ലെ, എൻകറേജിങ് ഡൈവേർജന്റ് തിങ്കിങ്. നമ്മളൊരു ക്ലാസ്സിൽ എപ്പോഴും എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഡൈവേർജന്റ് എന്ന് പറയുമ്പം ഒരു ചെറിയ സ്പേസിൽ നിന്ന് വലിയ സ്പേസിലേക്ക് കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള ഒരു സ്പേസ് നമ്മുടെ ക്ലാസ്സുകളിൽ ഉണ്ടാവണം എന്നാ പറയുന്നത്. അതാണ് ആ ഒരു വേർഡ് മീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നല്ല വാല്യൂയിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസും ബിൽഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആക്കിയിട്ട് മാറ്റണം. അതാണ് ഈ ക്ലാസ് റൂം ഇന്ററാക്ഷന്റെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. പിന്നെന്താണ് ക്ലാരിഫൈങ് ദ ഡൗട്ട് അല്ലെ, അതായത് കുട്ടികൾ ഈ നമുക്ക് അവരോട് എന്തെങ്കിലും പിന്നെ വിഷയങ്ങൾ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്താണ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, കാര്യങ്ങള് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളത് എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ ഒരു എംബാരസ്മെന്റ് ഒന്നും കൂടാതെ നമ്മൾ എന്ത് ചെയ്യണം, ഡൗട്ട് ക്ലിയർ ചെയ്യണം. ഈ കുട്ടികൾക്ക് ഈ എംബാരസ്മെന്റ് അറിയാലോ, ടീച്ചിങ്ങിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഏതൊക്കെ എക്സാമിന് നെറ്റിനാണോ അല്ലെങ്കിൽ സെറ്റിനാണോ എനിക്ക് ഓർമ്മയില്ല, എംബാരസ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പിന്നെ നമ്മൾ ഈ കുട്ടികൾക്ക് ഒരു ഈ ഒരു മടി ഉണ്ടാവുമല്ലോ, അത് ഒരു തുടക്കത്തിൽ ഉണ്ടാകുന്ന ഒരു മടി, അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. നമ്മൾ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേദിയിൽ ഇരുന്ന് പ്രസംഗിക്കുമ്പോൾ എംബാരസ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ബിഗിനിങ്ങിൽ ഉണ്ടാകുന്ന ഒരു ഷൈനെസ് നമ്മൾ എംബാരസ്മെന്റ് എന്ന് പറയാം. അപ്പോൾ ഒരു ഫാക്കൽറ്റി സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ എംബാരസ്മെന്റ് റിമൂവ് ചെയ്യുക എന്നുള്ളത് ആ ഒരു ഫാക്കൽറ്റിയുടെ ഫോർമോസ്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് ഒബ്ജക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് എന്തുണ്ടാവും, ഓക്കെ ഞാൻ ചോദിച്ചത് നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ്, എന്റെ ഡൗട്ട് ക്ലിയർ ചെയ്തു, അതുകൊണ്ട് ഞാൻ ഇനി വീണ്ടും ചോദിക്കണം. അതേ സമയത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ആ കുട്ടിയുടെ ഡൗട്ട് ക്ലാരിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ ആ കുട്ടിക്ക് എപ്പോഴും പിന്നെ ഒരു മടി ഉണ്ടാവും, ഒരു ഷൈനസ് ഉണ്ടാവും, ഒരു എംബാരസ്മെന്റ് ഉണ്ടാവും കാര്യങ്ങൾ അവതരിപ്പിക്കാനും വേണ്ടി. അതാണ് ഈ ഒരു സെക്കൻഡ് പോയിന്റിൽ വരുന്നത്. പിന്നെ എന്താണ് തേർഡ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കോൺസെപ്റ്റ് ഇല്ലുസ്ട്രേറ്റ് ദ കോൺസെപ്റ്റ് ഇഫ് നീഡ് അല്ലെ. അതായത് കുട്ടി ഒരു റോ ഐഡിയ ആയിട്ടാണ് വരിക നമ്മുടെ മുന്നിൽ, നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡെപ്ത് ആയിട്ട് അതിനെന്ത് ചെയ്യാം, പിന്നെ ഇല്ലുസ്ട്രേഷൻ ഒക്കെ വെച്ച് അതുപോലെ എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് അതിന് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, പോയിന്റ്സുകൾ നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ എന്താണ്, ഐഡന്റിഫൈ ദി ഐഡന്റിഫൈ ദ ടെക്നിക് യൂസ്ഡ് ബൈ എ ടീച്ചർ ഫോർ ഡീലിംഗ് വിത്ത് സ്റ്റുഡന്റ് വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ഓക്കെ, ഇതും എന്താണ് ടീച്ചർ പിന്നെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആട്ടോ. ഞാൻ പറഞ്ഞു ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഓക്കെ, ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഓക്കെ, നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊക്കെ ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ. അതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇവാലുവേഷൻ അതിലേക്കൊക്കെ പോകുള്ളൂ. ഓക്കെ, അപ്പോൾ ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സിൽ നമുക്ക് പിന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ഐഡന്റിഫൈ ദി ടെക്നിക്സ് യൂസ്ഡ് ബൈ എ ടീച്ചർ ഫോർ ഡീലിംഗ് വിത്ത് സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അല്ലെ. നമുക്ക് എല്ലാവർക്കും നമ്മൾ ഫേസ് ചെയ്തൊരു കാര്യമാണ് നമ്മുടെ ക്ലാസ്സിൽ ഈ കാര്യങ്ങൾ പെട്ടെന്ന് എളുപ്പത്തിൽ പിന്നെ പ്രോസസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ എല്ലാ ക്ലാസ്സിലും ഉണ്ടാവും. അത് പിന്നെ കുട്ടികളുടെ ഒരു എന്താണ് ഓരോ എബിലിറ്റി ആണല്ലോ. നമുക്ക് ഓരോ ആളുകൾക്കും ഓരോ സ്റ്റുഡൻസിനും ഓരോ ലെവൽ ഓഫ് തിങ്കിങ്ങും ഓരോ വേ ഓഫ് ഒബ്സർവിങ്ങും ഓരോ വേ ഓഫ് പെർസീവിങ് ദ നോളജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനൊരു ക്ലാസ്സിൽ ഇങ്ങനൊരു കുട്ടി നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ഇതിൽ പറയുന്ന ഏത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക് ആണ്, ഐഡന്റിഫൈ ദ ടെക്നിക് യൂസ്ഡ് ബൈ ടീച്ചർ ഫോർ ഡീലിംഗ് സ്റ്റുഡൻസ് വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് എന്താണ് സൈക്കോ തെറാപ്പി ഉണ്ട്. ഓക്കെ, സൈക്കോ തെറാപ്പി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, അതായത് നമ്മളെ കുട്ടികൾക്ക് എന്ത് ചെയ്യുക, കുട്ടികളെ നമ്മളെ സൈക്കോളജിക്കലായിട്ട് നമ്മൾ അവരെ അപ്രോച്ച് ചെയ്യുക, അവർക്ക് എന്താണ് പിന്നെ ഈ പറയുന്ന തെറാപ്പി എന്താണ് ആ കുട്ടിയുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ഒരു സൈക്കോളജിക്കൽ വേ ആണ്. പക്ഷെ നമ്മൾ എന്താണ് നമ്മളൊരു സൈക്കോ തെറാപ്പി എന്ന് പറയുന്നത് ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി ഒരു പ്രോബ്ലം അല്ല,
അതാണ് ഈ സൈക്കോ നമുക്ക് നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഒരു ബുദ്ധിമുട്ട്, ഒരു പ്രയാസം, ആ സമയത്തായിരിക്കുമല്ലോ നമ്മൾ എന്ത് ചെയ്യുക, തെറാപ്പി പോലുള്ള വിഷയങ്ങളിലേക്ക് നമ്മൾ മൂവ് ചെയ്യുക. പക്ഷേ ലേണിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പം ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റായിരിക്കാം. സി ഇപ്പൊ എന്റെ ക്ലാസ്സിൽ ഒരു 10 കുട്ടികളില് ഒരു 2 കുട്ടികൾ കുറച്ച് ലേണിംഗ് ഡിഫിക്കൽട്ടി, അതായത് കാര്യങ്ങൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവാത്തത് ആ കുട്ടികളുടെ പ്രശ്നമല്ല, ചിലപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എടുക്കുന്ന രീതിയുടെ പ്രശ്നമായിരിക്കാം. യു അണ്ടർസ്റ്റുഡ്? എന്നിട്ട് നമുക്ക് അത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സൈക്കോ തെറാപ്പി പോലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ കടക്കേണ്ടതുള്ളൂ. അപ്പം ഇതൊരിക്കലും നമുക്കൊരു ഫസ്റ്റ് പോയിന്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ എന്താണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിൽ എടുത്തല്ലോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തൊരു കാര്യം തന്നെ കേട്ടോ. അതായത് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇതിപ്പോ ലേണിംഗ് ഡിഫിക്കൽട്ടിയുള്ള കൂടെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഗിഫ്റ്റഡ് ലേണർ ആണ്. അപ്പൊ എന്താണ് ഇവിടെ വരുന്ന ഓപ്ഷൻ ഏതാണ്? ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ ആണ് കറക്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് നോക്കാം. കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്, അതിപ്പോ ആവശ്യമില്ല. പിന്നെ എന്താണ് ഹിപ്നോസിസ്, ഇതൊന്നും നമുക്ക് എന്തില്ല, ഇപ്പം ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഏത് ഭാഗത്ത് വരുന്നതാണ്? ടീച്ചിങ് സ്റ്റുഡന്റ് വിത്ത് ലേണിംഗ് ഡിഫിക്കൽട്ടീസ് അല്ലെ, ആ ഒരു ഭാഗത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികളെ ടീച്ച് ചെയ്യുന്നതിന് കുറച്ച് പോയിന്റ്സ് നമ്മുടെ സിലബസിൽ ഇൻഡെപ്ത് ആയിട്ട് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് എന്താ അറിയോ? ഒന്ന്, ഇൻഡിവിജ്വലൈസ്ഡ് അറ്റൻഷൻ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് 1-to-1 ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. 1-to-1 ആയിട്ടുള്ള സപ്പോർട്ട് നമ്മൾ ഇതുപോലുള്ള ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും. അതാണ് നമ്മൾ ഇൻഡിവിജ്വലൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് സിംപ്ലിഫൈഡ് കണ്ടന്റ്? നമ്മൾ എടുക്കുന്ന കണ്ടന്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പോയിന്റ് നമുക്ക് പറയാനുള്ളത്. പിന്നെന്താണ് ആൾട്ടർനേറ്റീവ് ടീച്ചിങ് മെത്തേഡ്? ഓക്കെ, പിന്നെന്താണ് റെഗുലർ ഫീഡ്ബാക്ക് ആൻഡ് അസസ്മെന്റ്. ഓക്കെ, നമ്മൾ റെഗുലർ ഫീഡ്ബാക്ക് അനാലിസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾക്ക്, അതായത് ലേണിംഗ് ഡിഫിക്കൽട്ടി ഉള്ള കുട്ടികൾക്ക് നമ്മുടെ ടീച്ചിങ് അപ്രോച്ച് മാറ്റുന്ന സമയത്ത് ആ മാറ്റം അവരിലേക്ക് എത്തുന്നുണ്ടോ, കുട്ടികൾക്ക് അത് ഇൻഡെപ്ത് പഠിക്കാൻ പറ്റുന്നുണ്ടോ, എന്റെ മാറ്റത്തിനനുസരിച്ചിട്ട് കുട്ടികൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതിനെ അസസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്താന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ വീണ്ടും ഒരു മാറ്റം കൊണ്ടുവന്നിട്ട് കുട്ടികളെ കുറച്ചും കൂടി നമ്മൾ ആ ഒരു പ്രോസസ്സ് കുറച്ചും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇതെന്താണ്? ഐഡന്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ കമന്റ്സ് റിലേറ്റഡ് വിത്ത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഐഡന്റിഫൈ ദി മോസ്റ്റ് സ്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് വിത്ത് എ ഹ്യൂമനിസ്റ്റിക് ടീച്ചർ. ഓക്കെ, ഹ്യൂമനിസ്റ്റിക് ടീച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പറയുന്നത്. വെൽ ഡിസിപ്ലിനറി ഇമ്പോസ് ലോ, അതുപോലെ ഗിവ് എംഫസിസ് ടു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, അതുപോലെ എൻകറേജ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, അപ്ലൈസ് സ്റ്റാൻഡർഡൈസ് ടീച്ചിങ് മെത്തേഡ് അല്ലെ. ഫസ്റ്റ് വൺ എന്താ ഓപ്ഷൻ വരുന്നത്? ഭയങ്കര ഡിസിപ്ലിൻ ആക്കുക, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ക്ലാസ്സിൽ കൊണ്ടുവരിക. ഹ്യൂമനിസ്റ്റിക് ടീച്ചറിന്റെ ഇതാണ് കേട്ടോ പറയുന്നത്, ക്യാരക്ടറിസ്റ്റിക്സ് ആട്ടോ പറയുന്നത്. പിന്നെ എന്താണ്? ഗിവ്സ് എംഫസിസ് ടു സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. ഓക്കെ, കൂടുതൽ നമ്മൾ ഈ സബ്ജക്റ്റീവ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന് നമ്മൾ എന്ത് ചെയ്യാം, എൻകറേജ് ചെയ്യിപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് മനസ്സിലായി, നമ്മൾ ടീച്ചിങ്ങിൽ നമ്മൾ പഠിക്കുന്ന ഓരോ കോൺസെപ്റ്റ് നമുക്ക് ഈ റിയൽ വേൾഡ് ഇംപ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ചെയ്യാന്നുള്ളതാണ് ഈ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിൽ കൂടുതലും പറയുന്നത്. പിന്നെ എന്താണ്? എൻകറേജസ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. ഓക്കെ, സ്വയം നമുക്ക് എങ്ങനെ പഠിക്കുക എന്നുള്ളതിനെ പറ്റി എൻകറേജ് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ അപ്ലൈസ് സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റിംഗ് മെത്തേഡ്. ഓക്കെ, നമ്മൾ ഈ ക്ലാസ്സിൽ ഒരുപാട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ അവരുടെ ലേണിംഗ് അല്ലെങ്കിൽ അവരുടെ ലേണിംഗ് റിസൾട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന ഒരു കാര്യം. ഓക്കെ, ഇതെന്താണ്? നമുക്കിവിടെ എന്താണ് ഇതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ, ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് ചെയ്താൽ മറന്നുപോയി. ഇത് ഇങ്ങനെ എ ആൻഡ് ബി അങ്ങനെയൊക്കെയാണ്, എ ആൻഡ് സി, അതുപോലെ ബി ആൻഡ് സി, അതുപോലെ സി ആൻഡ് ഡി, അതുപോലെ എ ആൻഡ് ഡി. ഓക്കെ, ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്ഷൻസ് വരുന്നത്, ഞാൻ എഴുതാൻ മറന്നുപോയതാണ്. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്നുള്ള ഒരു ഭാഗത്തെ പറ്റി നമുക്ക് കേട്ടോ. ഹ്യൂമനിസ്റ്റിക് ടീച്ചർ അപ്രോച്ച്, ഇതും ടീച്ചർ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആട്ടോ. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് എന്താണ്? ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് നമുക്ക് ഓക്കെ,
യാ ഇവിടെ ഇതൊരു ഫിലോസഫി ആട്ടോ, ഇതൊരു ടീച്ചിങ് ഫിലോസഫി ആണ്. നിങ്ങൾ ഇത് അറിയാത്തവർ എഴുതിക്കോളൂ, ഇതൊരു ടീച്ചിങ് ഫിലോസഫി ആണ്. ആൻഡ് ഇറ്റ് ഫോക്കസ് ഓൺ, എന്തിലാ ഫോക്കസ് ചെയ്യുന്നത്? സ്റ്റുഡൻറ് ഗ്രോത്ത്, കുട്ടികളുടെ ഗ്രോത്തിലാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ കുറച്ച് റൈറ്റിലോട്ട് ആയിപ്പോയി അല്ലേ, ഒരു സെക്കൻഡ്, ഞാൻ ഇവിടെ വൃത്തി ചെയ്തു, ഒരു സെക്കൻഡ്. എൻ്റെ ഹാൻഡ് റൈറ്റിങ് ഇറ്റ് ഈസ് വെരി ബാഡ്, യാ ടു ബി വെരി ഹോണസ്റ്റ്. പിന്നെ എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? യാ പിന്നെ ഫിലോസഫിയിൽ പറയുന്നതൊക്കെയാണ്. ഒന്ന് സ്റ്റുഡന്റ് ഗ്രോത്ത്, അതാണ് ഇവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം, കുട്ടികളുടെ വളർച്ച, ബുദ്ധിപരമായിട്ടുള്ള വികാസം. ഓക്കെ, പിന്നെന്താണ്? പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലെ. നമ്മൾ ഒരു വിഷയത്തെ, എനിക്കൊക്കെ അങ്ങനത്തെ അധ്യാപകരുണ്ടായിട്ടുണ്ട്, അവർ വളരെ നല്ല രീതിയിൽ അവരെന്ത് ചെയ്യും, അവരുടെ ലൈഫിലെ എക്സ്പീരിയൻസ് നമ്മൾ അക്കാഡമിക്സ് ആയിട്ട് കണക്ട് ചെയ്ത് തരും. ഭയങ്കര രസമാണ് അത് കേൾക്കാൻ. അതുപോലെ തന്നെ സെൽഫ് ഡയറക്റ്റഡ്, നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാന്നൊക്കെ പറയുമല്ലോ, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ സപ്പോർട്ട്. ഇങ്ങനെയുള്ള പിന്നെ എന്ത് ചെയ്യും, അധ്യാപകര് നമുക്ക് നല്ല രീതിയിൽ ഒരു ഇമോഷണൽ സപ്പോർട്ട് നല്ല രീതിയിൽ തരും. ഓക്കെ, നമ്മുടെ ഫീലിങ്സിന്, നമ്മുടെ മോട്ടിവേഷന്, നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റിനൊക്കെ അവർ എന്ത് ചെയ്യും, കാര്യമായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടുന്ന ഹ്യൂമനിസ്റ്റിക് ടീച്ചിങ് ഫിലോസഫിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹ്യൂമനിസ്റ്റിക് ടീച്ചിങ് ഫിലോസഫി ഈ ഓപ്ഷൻ ഏതൊക്കെയാണത്? സബ്ജക്റ്റീവായിട്ട് എക്സ്പീരിയൻസ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ഉണ്ട് പേഴ്സണൽ എക്സ്പീരിയൻസ്. അതുപോലെ എൻകറേജ് സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്. ഓക്കെ, സെൽഫ് ഡയറക്റ്റഡ് ലേണിംഗ്, അപ്പം BNC ആണ് കറക്റ്റ് ഓപ്ഷൻസ്. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ഒരു സീരീസ് 1 ഡിസ്കസ് ചെയ്യാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. നമുക്ക് ഇതിന്റെ നെക്സ്റ്റ് സെറ്റ് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എടുത്താലോ? ബിക്കോസ് എനിക്ക് ഈ ഒരുപാട് സമയം ക്ലാസ് എടുത്തിട്ട് ഇങ്ങനെ മടുപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഓരോരോ സെറ്റ് ആയിട്ട് പഠിക്കാം, അതായിരിക്കും നല്ലത് അല്ലേ? അപ്പം ഈ ക്ലാസ്സുകൾ നിങ്ങൾ കേട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് സംതിങ്. എന്തെങ്കിലും നിങ്ങൾക്ക് എന്റെ ക്ലാസ് മാറ്റണമെന്നുണ്ടെങ്കിൽ, എന്റെ ക്ലാസ്സിന്റെ രീതി മാറ്റാൻ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. നിങ്ങൾ വളരെ ഡെമോക്രാറ്റിക് സ്പേസ് ആണ് ഇവിടെ. ഓക്കെ, ദർ ഇസ് നോ പോയിന്റ് ഓഫ് നിങ്ങൾ എന്നോട് പറയാൻ മടിക്കേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് ഇവിടെ ഇല്ല. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് കമന്റ് ബോക്സിൽ ഇടാം. പിന്നെ ഏതെങ്കിലും ടോപ്പിക്സ് ഞാൻ ഇനി നിങ്ങൾക്ക് എടുത്ത് തരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഇടാം കേട്ടോ. പിന്നെ എന്ന് പറയുമ്പോൾ ഐ എം എ PhD സ്കോളർ, സോ ഐ ഡു ഹാവ് സം ലിമിറ്റേഷൻ വിത്ത് ടൈമിംഗ്, ബട്ട് ഡെഫിനറ്റ്ലി ഐ ട്രൈ ടു ഡു ദ തിങ്സ് ആസ് സൂൺ ആസ് പോസിബിൾ, ആൻഡ് ഐ എം ജസ്റ്റ് എ ബിഗിനർ ഹിയർ. ഞാൻ നെറ്റിന്റെ ക്ലാസ്സൊക്കെ ഞാൻ എടുക്കാറുണ്ടായിരുന്നു, നെറ്റിന്റെ പ്രത്യേകിച്ച് നെറ്റ്, അതുപോലെ CUT UG, CUT PG, അങ്ങനെയാണ് സെറ്റിലേക്ക് ഞാൻ പിന്നെ വരുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ഒരുപാട് ഞാൻ കഴിഞ്ഞ 2-3 months ആയിട്ട് സെറ്റിന്റെ എക്സാമിനേഷൻ റിസർച്ചിലായിരുന്നു, എങ്ങനെ ഇത് ക്ലാസ് എടുക്കാം, അതിന്റെ പാറ്റേൺ എങ്ങനെയാണ്. കാരണം നമ്മുടെ സിലബസിൽ ഇപ്പം നെറ്റ് ആയിക്കോട്ടെ സെറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, സിലബസിൽ ഉള്ളതായിരിക്കണം എക്സാമിൽ വരിക. ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഒരിക്കലും ഒരു ക്ലാസ് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആകുക. ഞാൻ മനസ്സിലാക്കുന്നത് ഏത് അക്കാഡമി ആണെന്നുണ്ടെങ്കിലും, ഏത് ഫാക്കൽറ്റി ആണെന്നുണ്ടെങ്കിലും, ഏത് സ്റ്റുഡന്റ് ആണെന്നുണ്ടെങ്കിലും, വിച്ച് ഇസ് പ്രിപ്പയറിംഗ് ഫോർ ദി കോമ്പറ്റേറ്റീവ് എക്സാം, യു നീഡ് ടു ബി അപ്ഡേറ്റഡ് എവറി ഇയർ. എല്ലാ വർഷവും നിങ്ങൾ അപ്ഡേറ്റ് ആവേണ്ടി വരും. കാരണം ഈ വർഷം ആവണമെന്നില്ല, അടുത്ത വർഷം വരിക. അപ്പം നിങ്ങൾ അപ്ഡേറ്റഡ് ആയിക്കൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഒരുപാട് സ്കോറുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണ്, കുറച്ചും കൂടി നമ്മുടെ സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് പറയാത്ത, എന്നാൽ ഇൻഡെപ്ത് ആയിട്ട് എക്സാമിനേഷന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പഠിക്കാം. വിൽ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ, നോ ഇഷ്യൂസ്. ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. എന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. സോ എനിവൺ ഹു നീഡ് ടു ജോയിൻ, യു ക്യാൻ ജസ്റ്റ് ടെക്സ്റ്റ് മീ, ഐ വിൽ ഷെയർ ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്, ആൻഡ് യു വിൽ ഹാവ് മൈ നമ്പർ. എനിക്ക് സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാൻ, വിളിക്കാം, ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, so we'll see you in the next class. This is the series 1, so we will start at we will see you guys at series 2. Okay, bye, thank you.